എന്നോടൊരു സഹോദരി പറഞ്ഞു, മോള് പാലയിൽ റിപ്പീറ്റിന് വേണ്ടി പോയിക്കാണ്. മോള് റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ അവൾ എന്ത് ചെയ്തു വെച്ചാൽ നീറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതി അവൾക്ക് കിട്ടും, അവൾക്ക് MBBS കിട്ടും. അത് കാരണം അവൾക്ക് അതിനുള്ള മാർക്കുണ്ട്. ഞങ്ങൾ അതിൻ്റെ കീ ഒക്കെ വെച്ച് പരിശോധിച്ചപ്പോൾ അവൾക്ക് കിട്ടുന്ന ഉറപ്പാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ പാലയിൽ പോണത് വരെ അവൾ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഈ പാലയിൽ പോയി വന്നതോടുകൂടെ അവളുടെ കൂട്ടുകെട്ട് മാറി, അവളുടെ സ്വഭാവം മാറി, ഒക്കെ മാറി. ഇവിടുന്ന് പോകുമ്പോൾ ഒരു തട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തട്ടൊന്നുമില്ല, പൊക്കെ തോളിലായി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വിചാരിച്ചാൽ ഇവൾ ഈ തട്ടൊക്കെ ഒന്നിട്ട് ദീനിയായിട്ടൊന്ന് പോവാൻ എന്താണ് ചെയ്യുക, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദീനിയായിട്ട് ചെയ്യാൻ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ആ കുട്ടീനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? എനിക്ക് ഇനി ഓൾക്ക് MBBS കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. ആ സ്ത്രീ സത്യസന്ധമായി പറഞ്ഞാൽ മതി, എനിക്ക് MBBS കിട്ടിയിലും വേണ്ടിയില്ല. ഓളി തലി തട്ടിട്ട് നിസ്കരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക്, നിസ്കാരം ഒന്നും പോക്ക് താല്പര്യമില്ല. ഒരൊറ്റ കൊല്ലം കൊണ്ട് കുട്ടിക്ക് വന്ന മാറ്റാണ്. അപ്പോൾ ഞാൻ അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ തിരൂരൊരു ക്യാമ്പ് നടന്നു, ഒരു 10-60 കുട്ടിയേക്ക്, വിഷൻ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയേക്ക്. അപ്പോൾ ആ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ വന്നൊരു സമയമാണത്. അപ്പോൾ ആ ക്യാമ്പിൽ ഞാൻ കുറേ സമയം ക്ലാസ് എടുത്തു, പിന്നെ ആ കുട്ടികളായിട്ട് സംസാരിച്ചു, കൗൺസിലിംഗ് കൊടുത്തു, ഒക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു 2-2.5 മണിക്കൂർ സമയമുള്ള ഒരു ക്ലാസ് കൊണ്ട് ആ കുട്ടികളായിട്ട് മാറുകയാണ്. 6 ദിവസം കഴിഞ്ഞ് ആ കുട്ടികളൊക്കെ എഴുതിയ ഫീഡ്ബാക്ക് കണ്ടാൽ ആ കുട്ടികൾ എന്താണെന്ന് പറയുക, കരഞ്ഞു പോകും. അപ്പോൾ എൻ്റെ അവിടുത്തെ കോർഡിനേറ്റർ ആയ ഒരു പെൺകുട്ടിനോട് പറഞ്ഞു, ഒരു കുട്ടീൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ മതി, ഞങ്ങൾക്ക് ഇനി ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. എൻ്റെ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കുട്ടിയായിട്ടുണ്ട്. 6 ദിവസം കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് നിർത്തരുത്. നിങ്ങളിതിന് 6 ദിവസമാക്കിയത്, നിങ്ങൾ 60 ദിവസമാക്കിയാലും ഞങ്ങൾ അതിൻ്റെ ഫീസ് എന്നിട്ട് ആ കുട്ടികൾ അവിടെ കൊടുന്നിരുന്നതാണ്. അപ്പോൾ പാലയിൽ 1 കൊല്ലം പറഞ്ഞയച്ച രക്ഷിതാവ് 6 ദിവസത്തെ ഒരു ക്യാമ്പിനെ കുറിച്ച് അറിഞ്ഞില്ല, കേട്ടില്ല. അത് നമ്മളെ പ്രശ്നം. പാലയിൽ 1 കൊല്ലം, അതിന് എത്ര ഫീസ്? പാലയിൽ 1 കൊല്ലം പഠിക്കാൻ എത്ര ഫീസ്? അവിടെ മക്കളെ മാറ്റി നിർത്തി അവിടുത്തെ സംസ്കാരം നോക്കാതെ, കൂടെ പഠിക്കുന്ന കുട്ടികളാരാ നോക്കാതെ, ജുമാക്ക് പോകാൻ ഒരു പള്ളി അടുത്തുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ കൊണ്ടയാക്കി പോരുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു മനസ്സ് എന്തിനില്ല? ദീനിയായ ഒരു ബോധം നൽകുന്നതിനില്ല എന്നത്. അപ്പോൾ അതുണ്ട്, അത് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പറയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും അള്ളാഹുവോട് എന്ത് ചെയ്യണം? മറുപടി പറയേണ്ടി വരും.